2026 ജൂലൈ 20-ന് ഡൽഹിയിലെ തെരുവുകളിൽ നടന്നത് കേവലം ഒരു പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള സമരം മാത്രമായിരുന്നില്ല. വർഷങ്ങളായി പൊതുജനങ്ങളിൽ വേരൂന്നിയ ഭയത്തിന്റെ അന്തരീക്ഷത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ നഷ്ടപ്പെട്ട പ്രതിഷേധ ശബ്ദത്തെ വീണ്ടെടുത്ത ചരിത്ര നിമിഷമായിരുന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നയിച്ച പാർലമെന്റ് മാർച്ച് സംഘടിത ജനകീയ മുന്നേറ്റങ്ങൾ സാധ്യമാണെന്നും അത് രാഷ്ട്രീയമായി ഫലപ്രദമാണെന്നും തെളിയിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഉയർന്നു വന്നൊരു ക്യാമ്പയിന് ഭരണകൂടത്തിനെതിരെ ആളുകളെ തെരുവിലിറക്കാൻ കഴിയില്ലെന്ന് പ്രവചിച്ച രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നതായിരുന്നു CJPയുടെ മുന്നേറ്റം. US നിന്നും തിരിച്ചെത്തിയ CJP സ്ഥാപകൻ 30-കാരനായ അഭിജിത് ദീപ്കെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അമർഷത്തെ തെരുവിന്റെ പോരാട്ട വീര്യമാക്കി മാറ്റി. ജൂൺ 6-ന് ജന്തർ മന്ദറിൽ നടന്ന ആദ്യ കൂട്ടായ്മയിൽ നിങ്ങളുടെ ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ ഭയക്കില്ല എന്ന് അദ്ദേഹം മുഴക്കിയ ഒറ്റ സന്ദേശം മാസങ്ങളായി മനസ്സിൽ ഭയം ഒളിച്ചു വെച്ചിരുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് തെരുവിലിറങ്ങാനുള്ള ധൈര്യം നൽകി. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന സമരത്തിന് ആഗോള ശ്രദ്ധ ലഭിച്ചത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ സോനം വാങ്ചുക്ക്, നേതാക്കളായ നേഹ ബോറ, മനീഷ് കുമാർ, അമീന മിത്തോഷ് എന്നിവർക്കൊപ്പം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചതോടെയാണ്. നീറ്റ് പരീക്ഷ എഴുതി ഭാവി ഇരുളടഞ്ഞ വിദ്യാർത്ഥികൾക്കായി നിരാഹാരമിരുന്ന് ആരോഗ്യം ക്ഷയിച്ച ഇവരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചു. ഇത് വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങളെപ്പോലും ഞെട്ടിച്ചു. സമരം കനത്തതോടെ ആരോഗ്യം മോശമായെന്ന കാരണം പറഞ്ഞു വാങ്ചുക്കിനെ ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അത് ജനരോഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. തുടക്കത്തിൽ CJP അവഗണിക്കാനും വിദേശ ഫണ്ടിംഗ് ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിരോധിക്കാനും സർക്കാർ ശ്രമിച്ചെങ്കിലും ജനരോഷത്തിന് മുന്നിൽ ആ തന്ത്രം പാളി. CJP പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ സഹായമുണ്ടെന്ന പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ തന്നെ വ്യക്തമാക്കേണ്ടി വന്നു. ജനരോഷം അതിരുകടന്നതോടെ BJP മുൻ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയെ ചർച്ചയ്ക്ക് നിയോഗിക്കാൻ ഭരണകൂടം നിർബന്ധിതരായി. ഒടുവിൽ നീറ്റ് പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ സമരം വലിയൊരു രാഷ്ട്രീയ വിജയത്തിലെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച വാർത്ത പുറത്തു വന്നതോടെ ഡൽഹിയിലെ ജന്തർ മന്ദിർ വലിയ ആഘോഷവേദിയായി മാറിയിരിക്കുകയാണ്. ജൂൺ മാസം മുതൽ സമരത്തിന് നേതൃത്വം നൽകിയ CJP പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയും സന്തോഷ പ്രകടനങ്ങളോടെയുമാണ് ഈ തീരുമാനത്തെ വരവേറ്റത്. മന്ത്രിയുടെ രാജിവാർത്ത അറിഞ്ഞയുടൻ അഭിജിത് ദീപ്കെ ജന്തർ മന്ദിറിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്തു. ലോകം വഴങ്ങും, വഴക്കാൻ പോന്നവർ വേണമെന്ന് മാത്രമെന്ന വാക്കുകളോടെയാണ് ദീപ്കെ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഐക്യത്തിന് മുന്നിൽ ഭരണകൂടത്തിന് തലകുനിക്കേണ്ടി വന്നുവെന്നും ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ ശക്തിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ തൽ വിദ്യാർത്ഥി ശക്തി സിന്ദാബാദ് എന്ന കുറിച്ച CJP ജന്തർ മന്ദറിലെ ആഘോഷങ്ങളുടെ വീഡിയോ പങ്കുവച്ച് ജനാധിപത്യം ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മന്ത്രി രാജിവെച്ചെങ്കിലും പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് ദീപ്കെ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ചോർച്ചയെ തുടർന്ന് മനംനൊന്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും ജൂലൈ 20 നടന്ന ചലോ സംസദ് മാർച്ചിനിടെ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായി ലാത്തിച്ചാർജ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്.